സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ട്. കൊച്ചിയുടെ ഒരു ബ്രാൻഡിങ് നടക്കുകയാണ്. കാരണം ലോകം മുഴുവൻ ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത്, ചരിത്രപരമായി അറിയപ്പെടുന്നത് കൊച്ചി എന്നാണ്. അപ്പോൾ എയർപോർട്ടാണെങ്കിൽ നമ്മൾ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയും, കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ കൊച്ചി എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് കൊച്ചിയെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു യൂണിഫൈഡ് പാറ്റേണും അതിന് കുറേ കൂടി ജനശ്രദ്ധയും കുറേ കൂടി ഗ്ലോബൽ അറ്റൻഷനും കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തു പോയാലും ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു വലിയ സ്ട്രക്ചറിൽ നിൽക്കുമ്പോഴും എറണാകുളം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊച്ചി എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആൾക്കാർ കൊച്ചി MP എന്ന് തന്നെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊച്ചി നമ്മുടെ ടെർമിനോളജിയിൽ അങ്ങനെ ഒരു വാക്കല്ല. എറണാകുളം ജില്ലയാണ്, എറണാകുളം പാർലമെൻറ്റാണ്, എറണാകുളം നിയോജകമണ്ഡലമാണ്. പക്ഷേ കൊച്ചിക്കൊരു ബ്രാൻഡ് വാല്യൂവും അറ്റൻഷനും ഉണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മുമ്പ് സംസാരിച്ച ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ തന്നെ ട്രഡീഷണലി വന്ന സ്പൈസ് റൂട്ടും വാസ്കോഡ ഗാമ വന്നതും ഒരുപാട് മറ്റ് ഇതിൻ്റെ പോർച്ചുഗീസ്, ഡച്ച്, ജൂയിഷ് ഇൻഫ്ലുവൻസും എല്ലാം ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് അത് കൊച്ചി എന്ന പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ കൊച്ചി ഹാസ് ഇറ്റ്സ് ഓൺ ബ്രാൻഡ് വാല്യൂ. അപ്പോൾ അത് നമ്മൾ പരിപൂർണമായി പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.